വിഷയത്തിൽ കൃത്യമായിട്ട് ഈ ഭൂമി വഖഫല്ല എന്ന് ഫറൂഖ് കോടതി പറഞ്ഞിട്ട് അതിനെതിരെ ഇത് വഖഫ് നിയമം അനുസരിച്ചുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ ആ ആക്ടിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്നുള്ളത് വ്യക്തമല്ലേ? അതിന് മറുപടി കൊടുക്കാൻ ഈ പറയുന്ന പ്രസ്താവന ഇറക്കിയ ആൾക്ക് കഴിഞ്ഞാൽ തന്നെ അതിന് മറുപടി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് കൃത്യമായിട്ട് ഫറൂഖ് കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളത്. എന്നിട്ടിപ്പോ അത് വഖഫാണെന്ന് പറഞ്ഞ് വിട്ടുവെക്കാൻ പറ്റില്ല. വഖഫ് നിയമത്തിൽ അത്തരത്തിലുള്ള റൂളുകളും അവന്റുകളും സെക്ഷൻസും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് തിരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അല്ല, ഈ ഭൂമിയെ കുറിച്ചുള്ള തർക്കത്തില് ഈ ഫറൂഖ് കോളേജിനാണല്ലോ ഈ ഭൂമി കൊടുത്തത്. ഈ ഭൂമി കൈമാറ്റം ചെയ്തത് ഫറൂഖ് കോളേജിനാണല്ലോ. ഫറൂഖ് കോളേജിൽ നിന്നാണല്ലോ ഈ ആളുകൾ മുഴുവൻ വില കൊടുത്ത് ഈ ഭൂമി വാങ്ങിയത്. ഈ ഭൂമി തന്നിരിക്കുന്ന ആളുകൾ പറയുന്നു ഇത് വഖഫല്ല, ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇവർക്ക് ദാനം തന്ന ഭൂമി ഇവർക്ക് കൊടുത്തതാണെന്ന്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലല്ലോ അവിടെ. കോടതി പറഞ്ഞു നിങ്ങൾ പറയുമ്പോഴും ഇത് ഒരിക്കലും ഇവര് തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നും ഫറൂഖ് കോളേജിന്റെ ഭരണാധികാരികൾ ഇന്ന് അന്നത്തെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ, മാനേജിംഗ് കമ്മിറ്റിയുള്ള അടക്കമുള്ള ആളുകൾ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തട്ടെ. അത് തിരുത്താനായിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരുടെ കൈവശമിരിക്കുന്ന രേഖയ്ക്ക് ഒരു സാങ്കത്യവുമില്ലേ? ഇവരുടെ കൈവശമിരിക്കുന്ന രേഖയ്ക്ക് അതും സർക്കാർ കൊടുത്ത രേഖകളല്ലേ? അതിന് സാങ്കത്യം ഉണ്ടാവണ്ടേ? അതിനാര് മറുപടി പറയും? താങ്കളുടെ ഭൂമിക്ക് പട്ടയം തന്നിട്ടുണ്ട്, രേഖകൾ പരിശോധിച്ച് ബോധവയാണ് അത് പാലിടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഭൂമിയിൽ ലാൻഡ് ട്രിബ്യൂണൽ കൊടുത്ത ഭൂമിയല്ലേ?